കച്ചവടവും മറ്റ് സർവീസുകളും ചെയ്യുക എന്നത് അനിവാര്യമാണ്. ഈ കച്ചവടങ്ങളിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടതുമാണ്. ഇനി ഒന്ന് രണ്ട് വിഷയങ്ങൾ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിം കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം സവിസ്തരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെയുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. നമസ്കരിക്കണം, എത്ര വഖത്ത് നമസ്കരിക്കണം, ഓരോ വഖത്തിലും എത്ര റക്അത്ത് നമസ്കരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വിശാലമായി സവിസ്തരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാകും. അതിനപ്പുറം നമ്മുടെ കയ്യിൽ നിന്നും പുതിയ ഒരു രീതിയിൽ ഒരു ഇബാദത്തിനെ നമുക്ക് പുതുതായിട്ടൊന്ന് നിർമ്മിക്കാനോ അല്ലെങ്കിൽ പുതുതായി ഒരു രീതി നമുക്ക് അവലംബിക്കാനോ നമുക്ക് ഇതിന്റെ അനുവാദമില്ല. അങ്ങനെ ചെയ്യുന്നതെല്ലാം പരിശുദ്ധ ദീനിൽ തള്ളപ്പെട്ട് കളയുന്നതാണ്. അതേസമയം കച്ചവടം എന്നത്, ബിസിനസ് എന്നത് അങ്ങനെ ഒരു കാര്യമല്ല. കാരണം കാലഘട്ടം മാറുന്തോറും ബിസിനസിന്റെ മോഡുകൾ മാറിക്കൊണ്ടിരിക്കും, ബിസിനസിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ബിസിനസിന്റെ രീതിയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെ തടഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഹലാലായ രീതിയിൽ ബിസിനസ് ചെയ്യാം എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതല്ലാതെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മളെ തടഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ തടഞ്ഞ് വിലക്കി ബിസിനസ് ചെയ്യുന്നവരിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മറിച്ച് ചില കാര്യങ്ങളുണ്ട് ബിസിനസ്സിൽ നമ്മൾക്ക്, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ പ്രത്യാഘാതം അത് ദുനിയാവിൽ തന്നെ നമുക്ക് നേരിടേണ്ടി വരും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിനസ്സിൽ തടഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. അത് ഒന്നുകിൽ ഭാവിയിൽ ശത്രുതയ്ക്ക് കാരണമാകാം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളും സങ്കീർണതകളും സംഘർഷങ്ങളും ഉണ്ടാകാൻ കാരണമാകും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞ ഓരോരോ ബിസിനസിന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. ചിലപ്പോൾ രാജ്യത്തിന്റെ എക്കണോമി തന്നെ തകർന്നു പോകാൻ കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ച ഓരോരോ നിർദ്ദേശങ്ങളും ഗൗരവത്തോടെ എടുക്കുകയും അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യേണ്ടത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയാണ്, ലാ തബി മാ ലൈസ ഇൻദക, നിന്റെ കയ്യിൽ ഇല്ലാത്ത വസ്തു നീ കച്ചവടം ചെയ്യാൻ പാടില്ല. ഒരു സാധനം, നമ്മൾ ഒരു വസ്തു വാങ്ങി ഉടമസ്ഥതയിലാക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾക്ക് അത് നമ്മൾ വിൽക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ലാ തബി ഹത്താ തഖ്ബിള, ഒരു വസ്തു നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ഡെലിവറി പൂർത്തിയാകാതെ, ആ വസ്തു നമ്മൾ കൈപ്പറ്റാതെ മറ്റൊരാൾക്ക് നമ്മളത് മറച്ചു വിൽക്കാൻ പാടില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതെന്താ, ഒരു വസ്തു വാങ്ങിയിട്ട് അതിന്റെ ഡെലിവറി പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കരുത് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ, നമ്മൾ വാങ്ങിയ വസ്തു ഏതാണോ അതിന്റെ റിസ്ക് പൂർണ്ണമായും നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ വരുമ്പോൾ, അതിന്റെ റിസ്ക് പൂർണ്ണമായും നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, മറ്റൊരാൾക്ക് വിൽക്കാൻ പാടുള്ളൂ. ആ വസ്തുവിൽ ഏത് സ്റ്റേജിൽ എത്തണം, ആ വസ്തു ഇപ്പോൾ നശിച്ചു പോവുകയാണെങ്കിൽ അത് എന്റെ ആയിരിക്കണം, അത് നശിക്കുന്നത് ആ ഒരു സ്റ്റേജിൽ ആ വസ്തു എന്റെ പക്കൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം ഞാൻ മറ്റൊരാൾക്ക് അത് വിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു സാധനം ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, അതിന്റെ വില പറഞ്ഞു, അത് ഞാൻ വാങ്ങിയിട്ട് പോലുമില്ല, അടുത്ത ആൾക്ക് ഞാൻ വിൽക്കുന്നു, അടുത്ത ആള് അത് കണ്ടിട്ടില്ല, അതിന്റെ വില അദ്ദേഹം
കേട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് അത് മറിച്ച് അടുത്ത ആൾക്ക് വിൽക്കും, അടുത്ത ആൾക്ക് വിൽക്കും. ഇങ്ങനെ ശൃംഖലയായി ആ വസ്തുവിന്റെ കച്ചവടം നടന്നു പോകുമ്പോൾ ബഹുമാനികളെ മാർക്കറ്റ് തന്നെ തകർന്നു പോകും. പിന്നെ സാധനങ്ങളുടെ വില ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലായിരിക്കില്ല. അതുകൊണ്ടാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്, നിങ്ങൾ ഒരു വസ്തു വാങ്ങുകയാണ് എങ്കിൽ ആ വസ്തു വാങ്ങുകയും അതിന്റെ ഡെലിവറി പൂർത്തിയാകുകയും ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് വിൽക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ വർഷം, ഒരു വർഷം തികയുന്നു, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഈ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. സെബി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അവരൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ഈ ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും തന്നെ ഇൻട്രാഡേ നടത്താൻ അനുവാദമില്ല എന്ന് പറഞ്ഞു. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സാധനം അടുത്താക്കി വിൽക്കുക. ഡെലിവറി ആകുന്നതിന് മുമ്പ് തന്നെ ആ സാധനം അടുത്താക്കി വിൽക്കുക. ഞാൻ ഇവരുടെ ഇത് പത്രത്തിൽ വായിച്ച സമയത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞ ഒരു കാര്യം ഇന്ന് അവരുടെ ബിസിനസ് തകരുന്നു. ഈ ഒരു കാരണത്തിന്റെ പേരിൽ എക്കണോമിയെ ബാധിക്കുന്ന ഒരു കാരണമാണ് ഇൻട്രാഡേയിലൂടെ വലിയ വലിയ കച്ചവടങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഡെലിവറി പൂർത്തിയാകാതെ മറ്റൊരാൾക്ക് മറച്ചു വെക്കുന്ന ഒരു രീതി കച്ചവടത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിയെ ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഇത്രയും സമയം വേണ്ടി വന്നു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു തന്നു. ലാ തബി ഹത്താ തസ്തൗഫിയഹു ലാ തബി ഹത്താ തഖ്ബിലഹു. ഒരു സാധനം അത് നീ വിൽക്കണമെങ്കിൽ പൂർണ്ണമായി നിന്റെ കയ്യിൽ അത് വരണം. അത് പൂർണ്ണമായി നിന്റെ ഉടമസ്ഥതയിൽ വരികയും അത് നീ പൂർണ്ണമായി നിന്റെ കൈവശപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം മാത്രമേ നീ എനിക്ക് അടുത്ത ആൾക്ക് വിൽക്കാൻ അനുവാദം. എത്ര മനോഹരമായ നിലയിലാണ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തലഖി റുക്ബാൻ. ഒരു മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ മാർക്കറ്റിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ മാർക്കറ്റിൽ ചരക്കുകളുമായിട്ട് വരും. ആ മാർക്കറ്റിൽ വന്ന് ആ ചരക്കുകൾക്ക് ആൾക്കാർ വിലയിട്ട് അവർക്ക് യോജിച്ച വിലയാണെങ്കിൽ ആ സാധനം വാങ്ങി എന്തെയും മടങ്ങും. ഇതാണ് ഒരു മാർക്കറ്റിൽ നടക്കുന്ന ഒരു രീതി. എന്നാൽ മാർക്കറ്റിന്റെ വെളിയിൽ പോയി ഇങ്ങനെ കച്ചവട സാധനങ്ങളുമായി വരുന്നവരെ പോയി കണ്ടുമുട്ടാൻ പാടില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സാധനം മാർക്കറ്റിൽ വരാൻ അനുവദിക്കണം. മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ പോയിട്ട് വെളിയിൽ ചെന്ന് ആ സാധനവുമായി വരുന്ന വാഹനം അല്ലെങ്കിൽ അതിന്റെ ഓണറിനെ നിങ്ങൾ പോയി കണ്ട് നിങ്ങൾ മാർക്കറ്റിൽ സാധനം എത്തുന്നതിന് മുമ്പ് അവിടെ ഡീലിംഗ് നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇഹ്തികാർ. സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്നതിനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിരിക്കുന്നു. സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് വില കൃത്രിമമായി വസ്തുക്കളുടെ വില അധികരിപ്പിക്കുന്നു. ഇത് പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഈ രീതിയിൽ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് തകർത്തു കളയുന്ന, എക്കണോമിക്സിനെ തകർക്കുന്ന മൊത്തത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഇന്ത്യൻ എക്കണോമിയെ തകർക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇത് ബഹുമാനികളെ, മുസ്ലിമായ നമുക്ക് ആർക്കും ഇത് പഠിക്കാൻ സമയമില്ല, നമ്മൾ ആർക്കും ഇതിന് സമയമില്ല. പക്ഷെ യൂറോപ്പിലുള്ള ജനങ്ങൾ ഈ പരിശുദ്ധ ദീനിന്റെ ആ വളരെ സുന്ദരമായി നിയമങ്ങൾ അത് പഠിക്കുകയും അതെങ്ങനെ പ്രാക്ടിക്കലാക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രത്തിന്റെയും നിയമനിർമ്മാണം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്, ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ നിയമനിർമ്മാണം, അവരുടെ ഭരണഘടന എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ സ്വാധീനം എന്താണ്. ഇസ്ലാമിന്റെ നിയമങ്ങളുടെ സ്വാധീനം ആ ഭരണഘടനയിൽ എത്രത്തോളം ആ ഇസ്ലാം എത്ര സ്വാധീനം ചെലുത്തി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ ഇമാം മുഹമ്മദ് റഹിമഹുല്ല എന്ന് പറഞ്ഞാൽ 4 മദ്ഹബിലെ ഒരു പ്രധാനപ്പെട്ട മദ്ഹബായ ഹനഫി മദ്ഹബിലെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഈ മുഹമ്മദ്. ഇദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ 6 ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു ഗ്രന്ഥമാണ് മബ്സൂത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം.
ഈ ഗ്രന്ഥം വളരെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കച്ചവട രീതികളെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ ഫൈനാൻസിങ് എന്തായിരിക്കണം, ഇസ്ലാമിന്റെ എക്കണോമി എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് സവിസ്തരം പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇദ്ദേഹം ഈ വിഷയത്തിലാണ് കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ വന്നുകൊണ്ട്, ഒരു സാധാരണ ഒരു മുസ്ലിം വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ബിസിനസ്സുകളെ സംബന്ധിച്ചും അങ്ങനെയുള്ള കിതാബുകളൊക്കെ നിങ്ങൾ രചിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി, ഇബാദത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് ആനന്ദം കിട്ടാനും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി തസവ്വുഫും സുഹുദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കിതാബുകൾ രചിച്ചുകൂടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ആ രീതിയിൽ ഒരുപാട് പേര് കിതാബുകൾ രചിക്കുന്നുണ്ട്. ഇബാദത്തിൽ ശ്രദ്ധ കിട്ടേണ്ടത് എങ്ങനെയാണ്, നമസ്കരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ശ്രദ്ധ കിട്ടണം, ദുആ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫിക്ർ വരണം, ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു കിതാബ് രചിച്ചുകൂടെ എന്ന് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ എന്റെ കിതാബിൽ മബ്സൂത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, അതിൽ ഞാൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. അത് പഠിച്ചാൽ മതി. അത് ഈ പറയപ്പെട്ട തസവ്വുഫിനുള്ളതാണ്. ആത്മസംസ്കരണം ചെയ്യാൻ ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അവന്റെ സമ്പാദ്യം ഹലാലായിരിക്കണം, അവന്റെ കച്ചവടം ശരിയായിരിക്കണം എന്നുള്ളതാണ്. അതൊരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ, അതനുസരിച്ച് അവൻ ജീവിക്കുകയാണെങ്കിൽ, അവന്റെ കച്ചവടങ്ങൾ നേരെയാക്കുകയാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മസംസ്കരണം ഉണ്ടാകും. അവൻ ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിന്റെ ചിന്ത ഉണ്ടാകും. അവൻ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ചിന്ത അവൻ ഉണ്ടാകും. കൃത്യമായി എല്ലാ കാര്യങ്ങളും അവൻ അള്ളാഹുവിനെ മുൻനിർത്തി അവന് ചെയ്യാൻ കഴിയും എന്ന് മഹാനവറുകൾ മറുപടി പറയുകയുണ്ടായി. ഇതേ ഗ്രന്ഥം ഒരു യൂറോപ്യൻ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് പറയുകയുണ്ടായി. ഹാദാ കിതാബു മുഹമ്മദിക്കുമുൽ അസ്ഗർ ഫകൈഫ കിതാബു മുഹമ്മദിക്കുമുൽ അക്ബർ. നിങ്ങളുടെ ചെറിയ മുഹമ്മദിന്റെ ഗ്രന്ഥം ഇതാണെങ്കിൽ നിങ്ങളുടെ വലിയ മുഹമ്മദ് കൊണ്ടുവന്ന ഗ്രന്ഥം എന്തായിരിക്കും? അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സാധാരണ ഉമ്മത്തിയായ ഒരു വ്യക്തി എഴുതിയ ഗ്രന്ഥത്തിൽ ഇത്രയും സവിശേഷതകൾ ആ ഗ്രന്ഥത്തിലുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആ ഗ്രന്ഥത്തിന്റെ സവിശേഷത എന്തായിരിക്കും? അതുകൊണ്ട് ബഹുമാനികളെ, ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്ത് കാണിക്കുകയും ഓരോ വ്യക്തികളിലും അതിന്റെ പ്രാക്ടിക്കലായ രൂപം എന്താണെന്ന് പഠിപ്പിക്കുകയും വരെ ചെയ്യുകയുണ്ടായി. ഒരിക്കലും ഇന്ന കാര്യം തടഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യം തടഞ്ഞു, ഇത് ചെയ്യരുത് എന്ന് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്തത്. മറിച്ച് ആ നിയമങ്ങളെ എങ്ങനെയാണ് പ്രായോഗിക ആവശ്യത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്, പ്രാക്ടിക്കലായി നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവരികയുണ്ടായി. അപ്പൊ ഈത്തപ്പഴം ഖൈബർ പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പഴമാണ്, കുറച്ച് നല്ല ഈത്തപ്പഴമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഈത്തപ്പഴം കണ്ടുകൊണ്ട് ചോദിച്ചു, അപ്പൊ കുല്ലു തംരി ഖൈബറ ഹക്കദ, ഖൈബറിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴമാണോ ഉള്ളത്, ഇത്രയും നല്ല ഈത്തപ്പഴമാണോ ഖൈബറിൽ കിട്ടുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിലാൽ റളിയല്ലാഹു തആല നൽകിയ മറുപടി, ഇല്ല, അല്ല നബി, ഖൈബറിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴങ്ങളില്ല. മറിച്ച് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, 2 സാഴ് ഖൈബറിലെ ഈത്തപ്പഴം ക്വാളിറ്റി കുറഞ്ഞ 2 സാഴ് ഞങ്ങൾ കൊടുത്തിട്ട്, സാഴ് എന്ന് പറഞ്ഞ ഒരു അളവാണ്, ഏകദേശം 2.25 കിലോ വരും. അപ്പൊ ഈ ഒരു വെയിറ്റ്, അതായത് 2.25 കിലോ വരുന്ന അളവ് ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് 2 സാഴ് ഞങ്ങൾ കൊടുത്തിട്ട് 1 സാഴ് വാങ്ങും. അതായത് 2 കിലോ കൊടുത്തിട്ട് 1 കിലോ വാങ്ങും. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്തത് 2 കിലോ കൊടുക്കുകയും ക്വാളിറ്റി ഉള്ളത് 1 കിലോ ഞങ്ങൾ തിരിച്ചു വാങ്ങുകയും ചെയ്യും. അങ്ങനെ വാങ്ങിയ ഈത്തപ്പഴമാണ് നബിയെ എന്ന് പറയുന്നത്. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമേ ഒരു വിഷയം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഉമ്മത്ത് എപ്പോഴും ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ മുഴുകി ഏത് കിട്ടിയാൽ പോലും തൃപ്തിപ്പെടാതെ എല്ലാത്തിന്റെയും ഹൈ ക്വാളിറ്റി വേണം എന്ന ചിന്തയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എല്ലാത്തിലും എനിക്ക് ഹൈ ക്വാളിറ്റി വേണം. അതുകൊണ്ട് ആ ഹൈ ക്വാളിറ്റി തേടി ദുനിയാവിന്റെ ചിന്തയിൽ തന്നെ മുഴുകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിച്ചതല്ലാത്തത് കൊണ്ട് ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുക്കൾ പരസ്പരം ക്രയവിക്രയം ചെയ്യുമ്പോൾ അതിനകത്ത് തുല്യത പാലിക്കണം, അത് തുല്യത ശ്രദ്ധിക്കണം എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈത്തപ്പഴത്തിന് പകരം വിൽക്കുകയാണെങ്കിലും ഗോതമ്പിന് പകരം വിൽക്കുകയാണെങ്കിലും പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു കച്ചവട രീതിയായിരുന്നു അത്. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഇപ്പൊ ഈ ഈത്തപ്പഴത്തിന് പകരം നിങ്ങൾ വിൽക്കുമ്പോൾ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഈ അളവിലുള്ള വ്യത്യാസം വരുത്തുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയിട്ട് ഇത് പാടില്ല എന്ന് പറയുകയല്ല ചെയ്തത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശരിയായ മാർഗവും കൂടെ പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ചെയ്യും, ഈ രണ്ട് സാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, ദിർഹമിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അതിന് വില ഇട്ട് ഒരു വില നിശ്ചയിച്ചുകൊണ്ട് ഈത്തപ്പഴത്തിന് പകരം വിൽക്കാതെ വിലയ്ക്ക് പകരമായിട്ട് വിൽക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ആ രണ്ട് സാഹിന് ഒരു 500 രൂപ വില ഇട്ടിട്ട് അത് നിങ്ങൾ അത് വിൽക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 500 രൂപ വന്നു. എന്നിട്ട് ഈ 500 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം നിങ്ങൾ വാങ്ങും. സംഭവം ഒന്ന് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളവന്റെ കയ്യിൽ നിന്നും മോശമായ ക്വാളിറ്റി ഉള്ളവന്റെ കയ്യിൽ എന്ത് ചെയ്തു, നല്ല ക്വാളിറ്റി വന്നു, മറ്റവന്റെ കയ്യിൽ ക്വാളിറ്റി കുറഞ്ഞത് വന്നു, പക്ഷെ അത് കൂടുതലുമാണ്. സംഭവം ഒന്നാണ്. പക്ഷെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്യേണ്ട രൂപം, അതിന്റെ രീതി മാറ്റി പറഞ്ഞു തന്നു. ഇതേപോലെ ഇതൊരു വലിയൊരു പാഠമാണ് നമുക്ക്. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഈ ആലിമീങ്ങളോട് ഈ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് ഹലാലായ രൂപത്തിൽ കൃത്യമായി ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ 100% നമുക്ക് ഹലാലാക്കാൻ പറ്റും. ഒരു ബിസിനസ് പോലും നമ്മൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും അത് ഇസ്ലാം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണെങ്കിൽ, പരിശുദ്ധ ദീൻ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് എങ്കിൽ നമുക്ക് കൃത്യമായി അത് ഹലാലായ രൂപത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിന്റെ റൂട്ട് നമ്മളൊന്ന് മാറ്റിയാൽ ആ റൂട്ട് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്ന റൂട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക നഷ്ടവും വരാൻ പോകുന്നില്ല. മറിച്ച് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ആ റൂട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന രീതിയിലൂടെ നമ്മൾ ചെയ്യുകയാണ്. അതേസമയം ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ വസ്തുക്കളുടെ കച്ചവടം ഒരിക്കലും നമുക്ക് എന്തില്ല, പാടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, ആ മദ്യത്തെ സംബന്ധിച്ച് പറയുന്നു. അതുപോലെ തന്നെ വൽ മൈസിറു, ചൂതാട്ടം. ചൂതാട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പുതിയ വേർഷനിലാണ്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ചിലപ്പോഴൊക്കെ ആൾക്കാര് ഒരു ഒട്ടകത്തെ ഷെയർ ചേർന്ന് വാങ്ങും. 10 പേര് ചേർന്ന് ഒരു ഒട്ടകം വാങ്ങിക്കും. എന്നിട്ട് നറുക്കെടുക്കും. ആരുടെ പേരിലാണ് ഒട്ടകം വരുന്നത് അയാൾക്ക് ആ ഒട്ടകം. ഇത് നമ്മുടെ ലോട്ടറിയൊക്കെ പോലെ കുറെ പേര് കാശിടും. എന്നിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, ആ ലോട്ടറിയുടെ പൈസ മൊത്തം തീരുമാനിക്കും. ഈ രീതിയിൽ മൈസറ എന്ന് പറയുന്നത് പരിശുദ്ധ ദീൻ നിഷിദ്ധമാക്കിയ സാധനമാണ്. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് അതുപോലെ വിഗ്രഹങ്ങൾ, അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. അത് നമുക്ക് വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ അതുമായി ക്രയവിക്രയങ്ങൾ നടത്തുക മാത്രമല്ല, ഇതുമായി ഉൾപ്പെട്ട ഒരു കാര്യവും നമുക്ക് പാടില്ല. കാരണം ഇതിനെയൊക്കെ ഹറാമാക്കി എന്നല്ല പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫജ്തനിബൂ, അതിന്റെ പൂർണ്ണമായി നിങ്ങൾ എന്തിയെ വർജിക്കുക, അതുമായി അടുത്തുപോലും നിൽക്കരുത്. അതിന്റെ വിശദീകരണവുമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് കള്ളുമായി ബന്ധപ്പെട്ട്, കള്ള് നമ്മൾ കുടിക്കൽ മാത്രമല്ല നമുക്ക് നിഷിദ്ധം, കള്ളിന് പൂർണ്ണമായി നമ്മൾ വർജിക്കണം എന്ന് പറഞ്ഞാൽ ആ കള്ള് നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ ആ കള്ള് കയറ്റിക്കൊണ്ട് പോകുന്ന പണി നമ്മൾ ചെയ്യാൻ പാടില്ല. ആ കള്ള് വാങ്ങിച്ചു കൊണ്ടുപോകുന്നവനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനെയും, ആരാണോ കൊണ്ടുപോകുന്നത് അവനെയും, അതാരാണോ നിർമ്മിക്കുന്നത്
വിൽക്കുന്നത് അവനെയും ആരാണോ അത് വാങ്ങുന്നത് അവനെയും എല്ലാത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതാണ്. കള്ള് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ലഹരി വസ്തുക്കളും ഉൾപ്പെടും. അപ്പൊ ലഹരി വസ്തു ഉപയോഗിക്കൽ മാത്രമല്ല നിഷിദ്ധമാക്കിയിരിക്കുന്നത്, അതിന്റെ കച്ചവടം നിഷിദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മുഴുവനും നിഷിദ്ധമാണ്. ഇതുപോലെ ചൂതാട്ടത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്ന ചൂതാട്ടത്തിലൂടെ കിട്ടുന്ന സമ്പത്ത് മാത്രമല്ല, മറിച്ച് ആ ചൂതാട്ടത്തിന് കൂട്ടു നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ ആ ബിസിനസ് നിഷിദ്ധമാണ്. ആ ബിസിനസ് നമുക്ക് നിഷിദ്ധമാണ്. നമുക്ക് ലോട്ടറി ഏജൻസി എടുക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല, അത് ഹറാമാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പരിചയപ്പെടുത്തി തന്നത് റിജ്സും മിൻ അമലി ശൈത്താൻ എന്നാണ്. വളരെ മ്ലേച്ഛമായ ശൈത്താന്റെ പ്രവൃത്തിയിൽപ്പെട്ട വളരെ മ്ലേച്ഛമായ ഒരു കാര്യമാണ്. ശേഷം അല്ലാഹു പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിയ ബൈനകും അൽഅദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. ശൈത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ കല്ലിനകത്തും ചൂതാട്ടത്തിനകത്തും ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഇടയിൽ പരസ്പരം ശത്രുത ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാകും. ഈ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. അത് പരിശുദ്ധ ഖുർആനിനോട് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 10 പേര് ചേർന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒരു നറുക്കെടുത്ത് ഒരാൾക്ക് അത് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ ആ 9 പേരെ ശത്രുവായി മാറുകയാണ് ആ വ്യക്തി. ആ 9 പേരുടെ ശത്രുവായി മാറുകയാണ് അത്. അവനോട് എന്ത് ചെയ്യും? വിദ്വേഷം ഉണ്ടാവും. എനിക്ക് കിട്ടിയില്ല, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണമെന്ന്. അപ്പോൾ അവരെ ശത്രുവായി മാറുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അതാണ്. പിശാച് ഉദ്ദേശിക്കുന്നതാണ് നിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാകണം, നിങ്ങളുടെ ഇടയിൽ ശത്രുതയും ദേഷ്യവും കോപവും എല്ലാം ഉണ്ടാകണം എന്ന് ശൈത്താൻ ഉദ്ദേശിക്കുകയാണ്. അവസാനം പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ. ഇതുവരെ സാധാരണ രീതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ ഹറാമാക്കുമ്പോൾ ഹുരിമത്ത് അലൈക്കും അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരു വസ്തുവിനെ ഹറാമാക്കി, ആ ഹറാമാക്കിയതിനു ശേഷം പിന്നെ കൂടുതലായിട്ട് അതിനെ ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഈ വിഷയത്തിൽ അല്ലാഹു പറയുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ ആ സാധനം വിടുവില്ലേ? നിങ്ങൾ ആ സാധനം വെടിയുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അറബി ഭാഷയുടെ അതിന്റെ ആഴത്തിൽ ചെന്നെത്തിക്കഴിഞ്ഞാൽ ഈ പ്രയോഗം നിങ്ങൾ ഇത് വെടിയുന്നുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിൽ എത്രത്തോളം ഗൗരവം ഈ വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനികൾ അത്ര ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്, നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. അങ്ങനെയുള്ള സമ്പത്തുകൾ നമ്മുടെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല. ഈ രീതിയിൽ ഇസ്ലാം നിഷേധിച്ച, ഇസ്ലാം നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ വസ്തുക്കളുടെ കച്ചവടവും പരിശുദ്ധ ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ മാത്രമല്ല അതിന്റെ കച്ചവടവും നമുക്ക് ഹറാമാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ ഹലാലായ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഹലാലായ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല ഹലാലായ രൂപത്തിൽ നമുക്കൊരു ബിസിനസ് നടത്താൻ. അതിന്റെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കൃത്യമായി ആലിമീങ്ങളോട് നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ് എന്റെ ബിസിനസ് ഞാൻ ഹലാലായി നടത്തേണ്ടത്? ഇതുപോലെ തന്നെ 2 പേരുടെ പാർട്ണർഷിപ്പ് ഹദീസിൽ കാണാൻ കഴിയും. 2 മുസ്ലിമീങ്ങൾ 2 പേര് ചേർന്ന് പാർട്ണറായി ഒരു ബിസിനസ് നടത്തുകയാണ് എങ്കിൽ അള്ളാഹു മൂന്നാമനായി നിന്നുകൊണ്ട് ആ ബിസിനസിനെ പരിപോഷിപ്പിക്കും, അള്ളാഹു അതിനെ സഹായിക്കുമെന്നാണ്. പക്ഷേ പാർട്ണർഷിപ്പിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്, അതിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പൂർണ്ണമായി നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ മറ്റൊരാളെ ചതിക്കുകയാണ് എങ്കിൽ അല്ലാഹു ആ ബിസിനസ്സിൽ നിന്ന് മാറിപ്പോകും. നമുക്കിന്ന് പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കില്ല, യാതൊരു രീതിയിലുള്ള വിവരവുമില്ല നമ്മുടെ മുസ്ലിം സമുദായത്തിൽ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ കൊണ്ട് കുറച്ച് കാശ് കൊണ്ട് ഏതെങ്കിലും ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് പറയുന്നത് ഞാൻ എന്റെ ആ ബിസിനസ്സിൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഞാൻ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാസം ഇത്ര രൂപ കൃത്യമായി നമ്മൾ മേടിക്കുന്നു. ഇതൊക്കെ പലിശയുടെ ഗ്രൂപ്പിൽപ്പെട്ടു പോകും. നമ്മളൊരു ബിസിനസ്സിൽ ഒരു പൈസ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ആ ബിസിനസിന്റെ എത്ര ശതമാനമാണ്
ഞാൻ ആ ബിസിനസ്സിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന എന്റെ പൈസ കൊണ്ട് എന്ന് നമ്മൾ നിർണയിക്കണം. അത്ര ശതമാനം, കൃത്യം ശതമാനത്തിന്റെ കണക്കിൽ. അതുപോലെ തന്നെ ലാഭം നഷ്ടം വന്നാൽ, ലാഭം വാങ്ങുന്നത് പോലെ തന്നെ നഷ്ടം വന്നാൽ അത് സഹിക്കാതെ നമ്മൾ തയ്യാറാകണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ആലിമീങ്ങളടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.